ഓ ഏലിയാവിനെ പിന്നെയും തട്ടി. ഓ ദൂതൻ പിന്നെയും അവനെ തട്ടി ഉണർത്തി. തിന്നു കുടിച്ചു കൊള്ളുക, നിനക്കൊരു ദൂരയാത്രയുണ്ട്. ദൈവത്തിന്റെ ആത്മാവ് പറയുകയാണ്, ക്ഷീണിച്ചിരിക്കേണ്ട ഒരു കാലഘട്ടമല്ല 2025. ഒരു ദൂരയാത്ര. ഓ എന്തുകൊണ്ട് നീ ക്ഷീണിച്ചു പോയി? വലിയ ദൗത്യം കിടക്കുന്നോണ്ടാ. എന്തുകൊണ്ട് സാത്താൻ നിന്നെ ക്ഷീണിപ്പിക്കാൻ നോക്കി? ഒരു വലിയ ദൂരയാത്ര കിടക്കുന്നോണ്ടാ. ഹല്ലേലൂയ. മറ്റുള്ളവർക്കില്ലാത്തൊരു വിളി നിന്റെ മേൽ കിടക്കുന്നത് കൊണ്ടാ. മറ്റുള്ളവർക്കില്ലാത്ത ചില ദൗത്യങ്ങൾ നിന്റെ മേൽ കിടക്കുന്നത് കൊണ്ടാ. ഓ ഒരു നെക്സ്റ്റ് ലെവൽ നിന്റെ മേൽ കിടക്കുന്നത് കൊണ്ടാ. ഒരു കൈപ്പത്തിയോളം മേഘം കണ്ടപ്പോൾ ആ പ്രവാചകന് മനസ്സിലായി, ഇത് ഇസ്രയേൽ എന്ന രാജ്യത്തെ മുഴുവന് നനയ്ക്കാൻ കഴിയുന്ന ഒരു മഴ അതിനകത്തുണ്ട്. ഓ ദൂത് ചെറുതായിരിക്കാം, പക്ഷെ പെയ്തിറങ്ങുമ്പോൾ സ്ഥലം പോരാതെ വരുവോളം അനുഗ്രഹിക്കപ്പെട്ടു എന്ന് പറയുന്നത് പോലെ അൺലിമിറ്റഡ് ആയിരിക്കുന്ന, അൺമെഷറബിൾ ആയിരിക്കുന്ന ചില ദൈവിക വിടുതലുകളിലേക്ക്, ദൈവിക പദ്ധതികളിലേക്ക് ദൂത് ഏറ്റെടുക്കപ്പെടേണ്ടവൻ ഏറ്റെടുത്ത് അതിനകത്തോട്ട് സഞ്ചരിക്കട്ടെ.